അധ്യായം 6. ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ അലയൊലികൾ അന്തരീക്ഷത്തിൽ മുഴങ്ങുന്നു. രാത്രിചാരികളായ ചില പക്ഷികളുടെ ശബ്ദങ്ങൾ മാത്രം കേൾക്കാം. നേർത്ത കാറ്റിൽ ഇളകിയാടുന്ന ഇലകളുടെ മർമ്മരം പോലും വേർതിരിച്ചറിയാം. അത്രയ്ക്കും ശാന്തസുന്ദരമായ ഒരു പ്രഭാതം. ശരീരത്തിന് വല്ലാത്തൊരു ഉന്മേഷം. ഇത്രയും സുന്ദരമായ ഒരു പ്രഭാതം ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവവേദ്യമാക്കാത്ത പോലെ. തനിക്കൊപ്പം ചുറ്റുമുള്ള ലോകം പോലും മാറിയ പോലെ തോന്നി അമരേന്ദ്രന്. ശരീരത്തിനെന്തോ വിചിത്രമായൊരു മാറ്റം സംഭവിച്ചതുപോലെ. ആ മാറ്റത്തിന് ഹേതു എന്തെന്നോ അതിനു മുൻപ് തന്നിൽ എന്തൊക്കെ സംഭവിച്ചെന്നോ ഒന്നും അമരേന്ദ്രന് ഓർമ്മിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് തീർത്തും പുതിയൊരു മനുഷ്യനായി അയാൾ രൂപാന്തരം പ്രാപിച്ചിരുന്നു. ഉറക്കമുണർന്ന് പുതിയൊരു പുലരിയിലേക്കായി കൺതുറന്ന അമരേന്ദ്രൻ ചുറ്റുപാടും ഒന്ന് നോക്കി. വളരെ സാവധാനത്തിൽ അവിടെയുള്ള എല്ലാത്തിനെയും നിരീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ജാലകത്തിനടുത്തേക്ക് നീങ്ങി. ഭംഗിയായി വരച്ചുവെച്ച ഒരു ചിത്രം പോലെ തോന്നിച്ചു അന്നത്തെ ആ പ്രഭാതം. നിലാവ് പൊഴിച്ചിട്ട പാൽപുതപ്പിനെ എടുത്തുമാറ്റി ഒളിവിതറാൻ ഒരുങ്ങി നിൽക്കുന്ന അർക്കകാന്തിയെ ആസ്വദിച്ച് അമരേന്ദ്രൻ നിന്നു. പെട്ടെന്നാണ് അമൃതധാരയെക്കുറിച്ച് അദ്ദേഹം ആലോചിച്ചത്. തന്റെ കട്ടിലിന് തൊട്ടടുത്തിരിക്കുന്ന മൺഭരണിയിലേക്ക് നോക്കി അമരേന്ദ്രൻ ഒരു നിമിഷം ചിന്താമഗ്നനായി. ഇത് കണ്ടിട്ട് തനി വെള്ളം പോലെ ഇരിക്കുന്നല്ലോ. ഇതാണോ ഗുരുജി പറഞ്ഞ ആ അത്ഭുത പാനീയം? അതേ കുമാര, ഇതാണ് അമൃതധാര. എല്ലാ ഔഷധക്കൂട്ടുകളും സമം ചേർത്ത് ഞാനുണ്ടാക്കിയതാണ്. വരുണമിത്രൻ അമരേന്ദ്രന്റെ സംശയം ദൂരീകരിക്കും മട്ടിൽ പറഞ്ഞു. ഞാൻ നിനക്ക് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറഞ്ഞു തരാം. ഒന്ന്, അമൃതധാര പാനീയം സേവിക്കാൻ കൃത്യമായ കാലാവധിയുണ്ട്. ഇനി ഒരു തവണത്തേക്ക് കൂടി ഈ പാനീയം സേവിക്കാൻ കുമാരന് സാധിക്കില്ല. ഗുരുജി പറഞ്ഞു നിർത്തി. അപ്പോൾ ഇനിയും സേവിക്കണമെങ്കിൽ വീണ്ടും ആദ്യം മുതൽ ഉണ്ടാക്കണം എന്നാണോ? ആകാംക്ഷ മറച്ചുവെക്കാനാവാതെ അമരേന്ദ്രൻ ഇടയ്ക്ക് കയറി. ഞാൻ പറഞ്ഞു തീർക്കട്ടെ കുമാര. ഒരു യോദ്ധാവിന് ഏറ്റവും അത്യാവശ്യം ക്ഷമയാണെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. വരുണമിത്രൻ ഓർമ്മിപ്പിച്ചു. ക്ഷമിക്കണം ഗുരുജി, ഇനിയും ഈ ഔഷധക്കൂട്ടുകളെല്ലാം വാങ്ങേണ്ടി വരുമോ എന്ന് ഓർത്തുകൊണ്ട് ചോദിച്ചു പോയതാണ്. അമരേന്ദ്രൻ ക്ഷമാപണം നടത്തി. തീർച്ചയായും പുതിയ പാനീയം നിർമ്മിക്കണമെങ്കിൽ പുതിയ ഔഷധക്കൂട്ടുകൾ നിർബന്ധമാണ് കുമാര. അത് ഇന്ന് തന്നെ വാങ്ങിക്കുകയും വേണം. സമയം കളയാനില്ല നമുക്ക്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഔഷധക്കൂട്ടുകൾക്കൊപ്പം വാങ്ങിയ ആ മരതക കല്ലിനെ പറ്റിയാണ്. അതൊരു വിശേഷ സിദ്ധിയുള്ള മരതകമാണ്. അതേപ്പറ്റി കുമാരനോട് ഇന്നലെ സൂചിപ്പിക്കാൻ മറന്നു. വരുണമിത്രൻ എന്തോ ഓർത്തുകൊണ്ട് പറഞ്ഞു നിർത്തി. പറയൂ ഗുരുജി, എന്ത് പ്രത്യേകതയാണ് ആ കല്ലിനുള്ളത്? എന്ത് അത്ഭുത ശക്തിയാണ് അത് പ്രദാനം ചെയ്യുക? അമരേന്ദ്രൻ അന്വേഷിച്ചു. തിടുക്കം വേണ്ട കുമാര. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടെന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ ജയപരാജയങ്ങൾക്കും അങ്ങനെ തന്നെ. അതുകൊണ്ട് ഈ കല്ല് നിനക്കിപ്പോൾ ഉപകാരത്തിൽ വരില്ല. നിനക്കുമീതെ ഒരു അശുഭ നക്ഷത്രം വലം വെക്കുന്നുണ്ട്. നിനക്കിപ്പോൾ അത്ര നല്ല സമയമല്ലെന്ന് ചുരുക്കം. അത് മാറി നിന്നാൽ മാത്രമേ ഈ മരതക കല്ലിന്റെ യഥാർത്ഥ ശക്തി നിന്നിൽ പ്രവർത്തിക്കൂ. യോദ്ധാക്കൾക്ക് പ്രധാനമാണ് ഈ കല്ല്. അത്രമാത്രം മനസ്സിലാക്കൂ. വരുണമിത്രൻ പറഞ്ഞു. നല്ല സമയമെന്ന് പറയുമ്പോൾ? അമരേന്ദ്രൻ സംശയമൊഴിയാതെ ചോദിച്ചു. നിന്റെ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇത് നിനക്ക് മോശം സമയമാണ്. ഇത് മാറണമെങ്കിൽ അഷ്ടമത്തിൽ കേതു മാറി രാഹു വരണം. രാഹുകാലത്ത് മാത്രമേ ഈ മരതക കല്ല് അതിൻ്റെ യഥാർത്ഥ ശക്തിയിൽ നിന്നിൽ പ്രവർത്തിക്കൂ. അതിന് എത്ര സമയമെടുക്കുമെന്നോ എത്രമാത്രം ശക്തി നിനക്ക് ലഭിക്കുമെന്നോ എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. ഗുരുജി വിശദീകരിച്ചു. കഠിനാധ്വാനത്തിലൂടെ മാത്രമേ നിനക്കതും നേടിയെടുക്കാനാവൂ. കഠിനമായി സ്ഥിരോത്സാഹത്തോടെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നിനക്ക് അനുകൂലമായ സമയം വരുമ്പോൾ ആ ശക്തിയും നിന്നെ തേടിയെത്തും. പരിശ്രമിക്കാതെ ഒന്നും നേടുക അസാധ്യമെന്ന കാര്യം സ്മരണയിലുണ്ടാവട്ടെ. ഗുരുജി തുടർന്നു. അമരേന്ദ്രൻ എല്ലാം ശ്രദ്ധയോടെ ശ്രവിച്ച ശേഷം ചോദിച്ചു. ഗുരുജി, അങ്ങ് പറയുന്ന പോലെ വിജയത്തിനു വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അങ്ങ് പറഞ്ഞ പോലെ വീണ്ടും അമൃതധാര നിർമ്മിക്കണമെങ്കിൽ അത്രയും തന്നെ ഔഷധക്കൂട്ടുകൾ വീണ്ടും വാങ്ങേണ്ടി വരില്ലേ?
തീർച്ചയായും കുമാര, അതിലെന്താണ് സംശയം? ഗുരുജി പ്രതിവചിച്ചു. എന്നാലും ഗുരുജി, വീണ്ടും അത്രയും പണം ഞാൻ എങ്ങനെ ഉണ്ടാക്കും? ഞാൻ ആരോട് ചോദിക്കും? ഞാൻ ഒരു യുവരാജാവായി പോയില്ലേ? ആരുടെ മുന്നിലും പോയി കൈനീട്ടാൻ സാധിക്കുമോ? അത് ഈ രാജ്യത്തിന് തന്നെ അപമാനകരമല്ലേ? അമരേന്ദ്രൻ തന്റെ സങ്കടം മറച്ചുവെച്ചില്ല. നീ എന്തിനാണ് കുമാര വിഷമിക്കുന്നത്? പണം പാഞ്ചാല രാജനോട് ചോദിച്ചാലും അദ്ദേഹം തരാതിരിക്കില്ലല്ലോ. വരുണമിത്രൻ ഒരു ഭയം മുന്നോട്ട് വെച്ചു. അയ്യോ, അത് ബുദ്ധിമുട്ടാണ് ഗുരുജി. എന്റെ പിതാവ് ഞാൻ കാരണം അത്യന്തം വിഷമത്തിലാണിപ്പോൾ. അതിനിടയിൽ അദ്ദേഹത്തോട് പണം യാചിക്കുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. അദ്ദേഹത്തിന് മുന്നിൽ ഇനിയും തലകുനിച്ചു നിൽക്കാൻ എനിക്ക് കഴിയില്ല ഗുരുജി. അമരേന്ദ്രൻ സങ്കടത്തോടെ അറിയിച്ചു. പണം സ്വരൂപിക്കേണ്ടത് നിന്റെ മാത്രം കടമയാണ് അമരേന്ദ്ര. അതിലെനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. വരുണമിത്രൻ നിസ്സഹായനായി. അമൃതധാര സേവിക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടം നിനക്കിപ്പോൾ ബോധ്യമായി കാണുമല്ലോ കുമാര. 4 നക്ഷത്രങ്ങളുടെ ശക്തിയുണ്ട് നിനക്കിപ്പോൾ. അത് നിന്റെ ശരീരപ്രകൃതിയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. നിനക്കത് അനുഭവവേദ്യമാകാൻ പോകുന്നതേയുള്ളൂ. കാത്തിരിക്കുക, വരുണമിത്രൻ വിശദീകരിച്ചു. ഇതേ സമയം വാസുകിയുടെ ചാരൻ നിഘണ്ഠൻ അമരേന്ദ്രന്റെ മുറിയുടെ പിന്നിൽ നിന്നും പതുങ്ങി പതുങ്ങി കൊട്ടാര മൈതാനത്തിന് പുറത്തേക്ക് നടന്നു. ഇത്രയും സമയം അമരേന്ദ്രന്റെ ഓരോ നീക്കത്തെയും പിന്തുടർന്നിരുന്ന അയാൾക്ക് അതെല്ലാം വാസുകിയെ സമയാസമയങ്ങളിൽ അറിയിക്കേണ്ടിയിരുന്നു. ആളൊഴിഞ്ഞൊരിടനാഴിയിലെത്തിയപ്പോൾ നിഘണ്ഠൻ കയ്യിൽ കെട്ടിയിരുന്ന മാന്ത്രിക ഘടികാരത്തിൽ തൊട്ടു. പെട്ടെന്ന് ഭൂമി പിളർന്ന് അയാൾ താഴേക്ക് പോയി. പൊടിപടലങ്ങൾ നിറഞ്ഞു. കാഴ്ച മറഞ്ഞെങ്കിലും അല്പസമയത്തിനകം മുന്നിലൊരു തുരങ്കം അയാൾക്ക് മുന്നിൽ ദൃശ്യമായി. ഭൂമിക്കടിയിലൂടെ നീണ്ടുപോയ ആ ഭൂഗർഭപാത ചെന്ന് അവസാനിച്ചത് വാസുകിയുടെ അന്തപുരത്തിന് താഴെയാണ്. നിഘണ്ഠൻ താഴെയെത്തിയതായി മനസ്സിലാക്കിയ വാസുകി അവന് മുന്നിലേക്ക് എത്തി. വാസുകിയെ കണ്ടപ്പോൾ നിഘണ്ഠൻ തലകുനിച്ച് തന്റെ യജമാന ഭക്തി വ്യക്തമാക്കി. പറയൂ നിഘണ്ഠ, എന്താണ് നിന്റെ നിരീക്ഷണങ്ങൾ? ആ ഭീരു അമരേന്ദ്രൻ അവിടെ എന്തു ചെയ്യുന്നു? വാസുകി അന്വേഷിച്ചു. അമരേന്ദ്ര രാജകുമാരൻ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് കുമാരി. അദ്ദേഹത്തെ സഹായിക്കാൻ ഒരു വൃദ്ധയോഗിയും കൂടെയുണ്ട്, നിഘണ്ഠൻ പ്രതിവചിച്ചു. അത് കേട്ട് വാസുകി പുച്ഛഭാവത്തോടെ പറഞ്ഞു. ആ ഭീരുവിനോട് എന്താണ് ഇത്രയും ബഹുമാനം? രാജകുമാരനോ? അവനെ പേര് പറഞ്ഞ് അഭിസംബോധന മതിയാകും. ഉത്തരവ് പോലെ കുമാരി, അടിയനോട് ക്ഷമിക്കുക. നിഘണ്ഠൻ തനിക്ക് പണഞ്ഞ അബദ്ധത്തിന് ക്ഷമയാചിച്ചു. എന്നിട്ട് ബാക്കി വിവരങ്ങൾ എന്തൊക്കെയാണ്? വാസുകി തിരക്കി. എനിക്ക് അമരേന്ദ്രകുമാരന്റെ... പെട്ടെന്ന് വായിൽ നിന്ന് വീണ അബദ്ധം മനസ്സിലാക്കിയ നിഘണ്ഠൻ ഒന്ന് നിർത്തിയതിനു ശേഷം തുടർന്നു. കുമാരി, എനിക്ക് അമരേന്ദ്രന്റെ മുറിയിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ശബ്ദം കേൾക്കാൻ മാത്രമേ കഴിയൂ. എന്തൊക്കെയോ ഔഷധക്കൂട്ടുകൾ വാങ്ങിക്കൊണ്ട് വരേണ്ടതിനെ പറ്റിയാണ് അവർ സംസാരിച്ചിരുന്നത്. എന്തിനുള്ള മരുന്നുകളാണെന്നോ എന്തൊക്കെ മരുന്നുകളാണെന്നോ എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല. നിഘണ്ഠൻ ഓർത്തു പറയാൻ ശ്രമിച്ചു. ഔഷധമോ? എന്തൗഷധം? അപ്പോൾ കൂടെയുള്ളത് വൈദ്യനായിരിക്കുമോ? വാസുകി സംശയത്തോടെ ഉന്നയിച്ചു. അതറിയില്ല കുമാരി, അദ്ദേഹത്തെ ഞാനും കണ്ടിട്ടില്ല. ഒരു യോഗയുടേതെന്ന പോലെയുള്ള ശബ്ദം മാത്രമേ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞുള്ളൂ. അദ്ദേഹമാണ് അമരേന്ദ്രന്റെ പരിശീലനത്തിനുള്ള മുഴുവൻ ചുമതലയും എന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിഞ്ഞുള്ളൂ. വേറെ ആരും തന്നെ ആ മുറിയിലേക്ക് പോകുന്നതും കണ്ടില്ല. നിഘണ്ഠൻ തന്റെ നിഗമനങ്ങൾ അവതരിപ്പിച്ചു. ഓഹോ, അത് ശരി. അങ്ങനെ ഒരു യോഗിയെപ്പറ്റി ഞാൻ കേട്ടിട്ടേ ഇല്ലല്ലോ. വാസുകിയുടെ സംശയങ്ങൾ ഇരട്ടിച്ചു. പക്ഷേ കുമാരി, പിറ്റേന്ന് മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന അമരേന്ദ്രന് എന്തോ ഒരു ഉന്മേഷം വർദ്ധിച്ചതായി എനിക്ക് തോന്നി. ബലത്തിന്റെ കാര്യത്തിൽ അയാൾ ഒരു നക്ഷത്രമെങ്കിലും മുന്നേറിയിരിക്കണം. പറഞ്ഞത് കൂടിപ്പോയോ എന്ന ശങ്കയിൽ നിഘണ്ഠൻ പറഞ്ഞു നിർത്തി. പെട്ടെന്നെന്തോ അരുതാത്തത് കേട്ട പോലെ വാസുകിയുടെ മുഖം കോപം കൊണ്ടും നിരാശ കൊണ്ടും വിവർണമായി. ഹേ, അതെങ്ങനെ സാധിക്കും? ഒറ്റ രാത്രി കൊണ്ട് എന്ത് മായാജാലമായിരിക്കും അവനിൽ സംഭവിച്ചിട്ടുണ്ടാവുക? നിഘണ്ഠ, എന്താണ് അവർ ചന്തയിൽ നിന്ന് വാങ്ങിയതെന്ന് കൃത്യമായി മനസ്സിലാക്കണം. ആരാണ് അവന്റെ സഹായി എന്നറിയാൻ ഒരു വഴിയുമില്ലേ? നിരാശ നിറഞ്ഞ സ്വരത്തിൽ വാസുകി അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഇല്ല കുമാരി, ഇതുവരെ ആയിട്ടും അദ്ദേഹത്തിന്റെ സ്വരമല്ലാതെ മറ്റൊന്നും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. നിഘണ്ഠൻ തന്റെ നിസ്സഹായാവസ്ഥ വ്യക്തമാക്കി. ഹാ, എന്നാൽ അങ്ങനെ ആവട്ടെ. നിന്റെ ജോലി തുടരട്ടെ. ഇനിയും ഇതുപോലുള്ള വിവരങ്ങൾ
സമയാസമയങ്ങളിൽ എന്നെ അറിയിക്കുക. നിന്റെ ദൗത്യം അവിടെ ആർക്കും തന്നെ ഒരു സംശയത്തിനും ഇട കൊടുക്കാതെ നീ ശ്രദ്ധിക്കണം. അതിന്റെ ഗൗരവം നിനക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പോയി വരൂ നികണ്ഠ. വാസുകി അവനെ പറഞ്ഞയച്ചു. അപ്പോഴും അമരേന്ദ്രന്റെ ശക്തി വർദ്ധിക്കാനുള്ള ഹേതു എന്തെന്നത് അവളെ അലട്ടിക്കൊണ്ടിരുന്നു. ഔഷധക്കൂട്ടുകൾ എങ്ങനെ വാങ്ങുമെന്ന് ശങ്കിച്ചു നിന്ന അമരേന്ദ്രന്റെ കാതുകളിലേക്ക് പരിശീലന മൈതാനത്തു നിന്നുള്ള ശബ്ദങ്ങൾ വന്നലച്ചു. പതിവില്ലാതെ മൈതാനത്ത് നിന്ന് ശബ്ദം കേട്ട അമരേന്ദ്രൻ അങ്ങോട്ട് നടന്നു. 2 യോദ്ധാക്കൾക്കിടയിൽ അതിശക്തമായ മത്സരം നടക്കുന്ന പോലെയുള്ള ശബ്ദങ്ങൾ മൈതാനത്ത് നിന്ന് ഉയരുന്നത് അമരേന്ദ്രനിൽ ആകാംക്ഷ നിറച്ചു. ആരായിരിക്കും ഈ സമയം പരിശീലനം നടത്തുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് അമരേന്ദ്രൻ പരിശീലന മൈതാനത്തേക്ക് നടന്നു. മൈതാന കവാടത്തേക്കെത്തിയ അമരേന്ദ്രൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. വലിയ വില്ലാളി വീരന്മാർ മാത്രം മത്സരിച്ചു തെളിഞ്ഞ ആ പോർക്കളത്തിൽ തൻ്റെ ബാല്യകാല സഖി മാധുരിയെ കണ്ട അമരേന്ദ്രൻ അങ്ങോട്ടേക്ക് നടന്നെടുത്തു. മൈതാനം മുഴുവനും പാഞ്ചാല നഗരത്തിലെ ആളുകളെയും വീരന്മാരെയും കൊണ്ട് നിറഞ്ഞിരുന്നു. അവരുടെ ആർപ്പുവിളികളും ശബ്ദകോലാഹലങ്ങളും കൊണ്ട് മുഖരിതമായിരുന്നു ആ അന്തരീക്ഷം മുഴുവനും. മാധുരിയും സൂര്യോദയനും തമ്മിലുള്ള ആവേശോജ്ജലമായ പോരാട്ടം കണ്ട് ജനങ്ങൾ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് ആർപ്പ് വിളിച്ചുകൊണ്ടിരുന്നു. പരസ്പരം ആക്രമിച്ചു മുന്നേറിക്കൊണ്ടിരുന്ന ഇരുവരും ശക്തിയിൽ തുല്യരായിരുന്നു. ഓരോ പ്രത്യാക്രമണങ്ങളിലും ഇരുവരും അവരവരുടെ ശക്തി പ്രദർശിപ്പിച്ചുകൊണ്ടേയിരുന്നു. പൊടുന്നനെ സൂര്യോദയൻ തൻ്റെ മുഷ്ടി ചുരുട്ടി മാധുരിയുടെ മുഖം ലക്ഷ്യമാക്കി ഒരു അടി കൊടുത്തു. പെട്ടെന്നുണ്ടായ ആഘാതത്തിൽ മാധുരി ബോധരഹിതയായ പോലെ നിലത്തേക്ക് വീണു. എല്ലാവരും ഒരു നിമിഷം നിശബ്ദരായി. അത്രയും നേരം സകല ആവേശത്തോടെ സൂര്യോധനെ നേരിട്ട മാധുരിയുടെ പതനം കണ്ട് സദസ്സ് മുഴുവൻ സ്തംഭിച്ചു നിന്നു. എന്നാൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മാധുരി എഴുന്നേറ്റ് സൂര്യോദയനെ നിലം പരിശാക്കി. പെട്ടെന്നുണ്ടായ പ്രത്യാക്രമണത്തിൽ ആടിയുലഞ്ഞ സൂര്യോദയൻ ശക്തിയോടെ നിലത്തേക്ക് പതിച്ചു. അയാളുടെ മുഖമാകെ പൊടിയും മണലും പുരണ്ട് വിവർണമായിരുന്നു. കമിഴ്ന്നടിച്ചു വീണ സൂര്യോദയനെ നോക്കി ജനങ്ങൾ മാധുരിയുടെ വിജയത്തെ പ്രകീർത്തിക്കുന്ന തരത്തിൽ ആർപ്പ് വിളിച്ചുകൊണ്ടിരുന്നു. വിജയശ്രീ ലാളിതയായി നിൽക്കുന്ന മാധുരി അപ്പോഴാണ് സദസ്സിലേക്ക് കണ്ണയച്ചത്. അത്ഭുതം കൂറി നിൽക്കുന്ന അമരേന്ദ്രനെയും അവൾ അപ്പോൾ മാത്രമാണ് ശ്രദ്ധിച്ചത്. തൻ്റെ കളിക്കൂട്ടുകാരനെ കണ്ട സന്തോഷത്തിൽ മാധുരി അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് ചോദിച്ചു, അമരേന്ദ്ര, നീ എപ്പോഴാണ് എത്തിയത്? ഞാൻ കണ്ടതേയില്ലല്ലോ. നീ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നോ? കുറച്ചു സമയമായി മാധുരി. നിനക്ക് അഭിനന്ദനങ്ങൾ കൂട്ടുകാരി. അമരേന്ദ്രൻ അഭിമാനത്തോടെ പ്രതിവചിച്ചു. അമരേന്ദ്രന്റെ നിൽപ്പിലും നടപ്പിലുമെല്ലാം പുതിയ എന്തോ ഉന്മേഷം അനുഭവപ്പെട്ട അവൾ അത്ഭുതപ്പെട്ടു. അയാളുടെ ശരീരപ്രകൃതി തന്നെ ആകെ മാറിയതുപോലെ, നഷ്ടപ്പെട്ട ആത്മവിശ്വാസം തിരിച്ചു കിട്ടിയ പോലെ. അമരേന്ദ്രൻ തന്റെ ബലത്തിന്റെ 4ാമത്തെ നക്ഷത്രത്തിലേക്ക് എത്തിയെന്ന് ഊഹിച്ചുകൊണ്ട് അവൾ ചോദിച്ചു, അമരേന്ദ്ര, നീ എന്നോട് ഒരു വാക്കുപോലും പറയാതെ പരിശീലനം ആരംഭിച്ചല്ലേ? അവൾ മനസ്സിലാക്കിയല്ലോ എന്നാലോചിച്ചുകൊണ്ട് ഒന്നും ഉരിയാടാതെ നിന്ന അമരേന്ദ്രനോട് അവൾ വീണ്ടും ചോദിച്ചു, പറഞ്ഞില്ലെങ്കിലും സാരമില്ല. നീ വീണ്ടും ബലവാനായി തിരിച്ചു വരുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ഞാൻ. നിന്നെ ഇങ്ങനെ കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട് അമര. മാധുരി സന്തോഷം മറച്ചുവെക്കാതെ അവനെ അഭിനന്ദിച്ചുകൊണ്ടിരുന്നു. അമരേന്ദ്രനും മാധുരിയും പരസ്പരം സംസാരിച്ചു കൊണ്ട് നിന്നപ്പോൾ പിറകിൽ ആരോ വന്ന് നിൽക്കുന്നത് പോലെ അനുഭവപ്പെട്ട അവർ തിരിഞ്ഞു നോക്കി. പരാജയപ്പെട്ടതിൻ്റെയും അപമാനിക്കപ്പെട്ടതിൻ്റെയും ഭാരത്തിൽ തലതാഴ്ത്തി ചോരയൊലിപ്പിച്ച് ക്രുദ്ധനായി വന്നു നിൽക്കുന്ന സൂര്യോദയനെ കണ്ടപ്പോൾ ഒരു നിമിഷം അവർ പരസ്പരം നോക്കി അന്താളിച്ചു നിന്നു. സൂര്യോദയൻ അമരേന്ദ്രന്റെ അകന്ന ബന്ധുവാണ്. കുട്ടിക്കാലം മുതൽക്കേ സൂര്യോദയന് അമരേന്ദ്രനുമായി അകാരണമായൊരു അകൽച്ചയുണ്ട്. കേൾവി കേട്ട അഭ്യാസിയൊന്നും ആയിരുന്നില്ല അയാൾ. പക്ഷേ തന്റെ പതനത്തിൽ സൂര്യോദയൻ തന്നെ പരിഹസിച്ചിരുന്നതായി അമരേന്ദ്രൻ കേട്ടിരുന്നു. ആ ദേഷ്യം അമരേന്ദ്രന്റെ മനസ്സിൽ തിളച്ചു പൊങ്ങി. ഇത് തന്നെ ഇവനോട് പകരം വീട്ടാനുള്ള അവസരം എന്ന് അമരേന്ദ്രൻ മനസ്സിൽ കുറിച്ചു. നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കാനുള്ള ത്വര അദ്ദേഹത്തിന് അടക്കാനായില്ല. അമരേന്ദ്രൻ സൂര്യോദയന്റെ മുന്നിൽ ചെന്ന് നിന്ന് വെല്ലുവിളിക്കാനായി ഒരുങ്ങി. കുമാര, കോപം ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് ഞാൻ ഇനിയും അങ്ങയെ ഓർമ്മിപ്പിക്കണോ? ഇവൻ നിന്റെ ശത്രുവല്ല. ഇവനോടല്ല നീ പ്രതികാരം ചെയ്യേണ്ടത്. നിന്റെ പ്രതികാരത്തിനുള്ള സമയം ആഗതമായിട്ടില്ല കുമാര. നീ ഇപ്പോഴും കേവലം 4 നക്ഷത്രങ്ങളുടെ ശക്തിയിൽ നിൽക്കുകയാണ്. എതിരാളിയെ മനസ്സിലാക്കി പോരിനിറങ്ങൂ അമരേന്ദ്ര. അവൻ നിന്നേക്കാൾ സമർത്ഥനാണിപ്പോൾ.
അത് മറക്കേണ്ട. മോതിരത്തിനുള്ളിൽ നിന്നും വരുണമിത്രൻ താക്കീത് ചെയ്തു. അമരേന്ദ്രന്റെ ഭാവമാറ്റം ശ്രദ്ധിച്ച സൂര്യോദയൻ ഒരു യുദ്ധത്തിന് ഒരുങ്ങിത്തന്നെ അയാളുടെ അടുത്തേക്ക് നീങ്ങി. പരസ്പരം വെല്ലുവിളിക്കാൻ ഒരുമ്പെടുന്ന പോർ കുതിരകളെ പോലെ ആ രണ്ട് യോദ്ധാക്കളും മുഖത്തോട് മുഖം നോക്കി ക്രുദ്ധരായി നിലയുറപ്പിച്ചു. വീണ്ടും അത്യുജ്വലമായ ഒരു പോരാട്ടം കാണാമെന്ന പ്രതീക്ഷയിൽ ജനക്കൂട്ടം ഇരുവർക്കു വേണ്ടിയും ആർപ്പുവിളികൾ തുടർന്നു.